ഫോക്കസ് ഇൻസൈഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീഡിയ വണ്ണിൻ്റെ ഒരു പ്രോഗ്രാമാണ് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പേരിലുള്ളത്. അതിൽ ഒരു പ്രോഗ്രാമിൻ്റെ പേര് നിർഭയം സ്വരാജ് എന്നാണ്. സ്വരാജ് എന്ന വ്യക്തി നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവാണ്. അദ്ദേഹത്തെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് അവിടെ നടക്കുന്നത്. ഗ്ലോറിഫൈ ചെയ്യാനുള്ള കാരണം അദ്ദേഹം ഇന്ത്യക്കെതിരെ സംസാരിക്കുന്നു എന്നുള്ളതായിരുന്നു. അതായത് പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിന് ശേഷം ആദ്യം ശ്രീ എം.എ. ബേബി പറഞ്ഞു അത് കാശ്മീരിലെ ജനതയുടെ പ്രതിഷേധമാണ് പ്രകടിപ്പിക്കപ്പെട്ടത്, അതായത് ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിലുള്ള. പക്ഷേ ആ ആക്രമണത്തിന് ശേഷം ഒരല്പ സാവകാശം എടുത്തുകൊണ്ട് ഈ തീവ്രവാദികളുടെ കേന്ദ്രങ്ങൾ കണ്ടെത്തി അതിനെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു പ്രോഗ്രാം ഇന്ത്യ ഗവൺമെൻറ് ആവിഷ്കരിച്ചു. അതിൻ്റെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇങ്ങനെ ഇടാൻ കാരണം കൊല്ലപ്പെട്ടവരെല്ലാം പുരുഷന്മാരാണ്, അവരുടെ ഭാര്യമാർ വിധവകളായി. നമുക്കറിയാം ഭാര്യ എന്നുള്ളതിൻ്റെ ഒരു സിമ്പൽ നെറ്റിയിലണിയുന്ന സിന്ദൂരമാണ്. അതവർക്ക് നഷ്ടപ്പെട്ടു. പ്രതീകാത്മകമായി അതിനെതിരെയുള്ള ഒരു അറ്റാക്ക് എന്നുള്ള നിലയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ. ആ ഓപ്പറേഷൻ സിന്ദൂർ ലഷ്കർ-ഇ തോയ്ബയുടെ അതേപോലെ മറ്റ് തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ കേന്ദ്രങ്ങളിലാണ് അറ്റാക്ക് നടത്തിയത്. തീവ്രവാദികളെ മാത്രമാണ് വകവരുത്തിയതും. അവിടെ സിവിലിയൻസിനൊരു പ്രശ്നവുമില്ല, പട്ടാളത്തിനെതിരെയും യാതൊരു അറ്റാക്കുമില്ല. ഇത് കഴിയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയുടെ നിലപാട് മാറി. അവരതിനെ ശ്ലാഘിച്ചു. പക്ഷേ ഒരു കാര്യം കൂടെ പറഞ്ഞു, അന്താരാഷ്ട്ര തലത്തിൽ ഇത് വിഷയം കൊണ്ടുവന്ന് ഇത് ഡിപ്ലോമാറ്റിക് വാതിലുകൾ തുറന്നിട്ട് വേണം ഇത് ചർച്ച ചെയ്യേണ്ടത് എന്നൊരു നിർദ്ദേശം വന്നു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോലും സപ്പോർട്ട് ഭാരതത്തിന് അനുകൂലമായി വന്നു. കോൺഗ്രസിൻ്റെതും അതുപോലെ മറ്റ് പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളുമെല്ലാം BJPയുടെ ഈ നടപടിയെ അനുകൂലിച്ചു. അങ്ങനെ നിരാശയുടെ അഗാധഗർത്തത്തിൽ കിടക്കുന്ന ഈ ഔട്ട് ഓഫ് ഫോക്കസുകാർ, അതായത് 3 അടുപ്പുകല്ലുകൾ, ഇതിനെതിരെ ഇതിൻ്റെ പ്രതിവിധി എന്നുള്ള നിലയിൽ അവർ ആവിഷ്കരിച്ച പരിപാടിയാണ് നിർഭയം സ്വരാജ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ അവർ പറഞ്ഞു വയ്ക്കുന്നത് യുദ്ധം പാടില്ല എന്നുള്ളതാണ്. കാരണം ഈ തീവ്രവാദ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതിന് ശേഷം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇന്ത്യയുടെ അതിർത്തി കടന്ന് അവർ മിസൈലുകൾ പ്രയോഗിക്കുകയും 10-15 ആൾക്കാർ മരണപ്പെടുകയും ചെയ്തു. ഇന്ത്യ അതിശക്തമായി തിരിച്ചടിക്കാൻ പോകുന്നു എന്നുള്ളൊരു ചിത്രം വന്നു. ആ സന്ദർഭത്തിലാണ് ഇവർ ഈ പ്രോഗ്രാം ആവിഷ്കരിക്കുന്നത്. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് സ്വരാജ് തൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയ ഒരു പോസ്റ്റിനെ റിലേ ചെയ്തുകൊണ്ടാണ്. സ്വരാജ് പറയുന്നത് യുദ്ധം പാടില്ല, ഈ സാമ്രാജ്യത്വ ശക്തികളുടെ ഒരു അടവാണിത്. അതായത് ജനങ്ങളുടെ ശ്രദ്ധ അവരുടെ ഭരണത്തിൻ്റെ വൈകല്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരടവാണ്. യുദ്ധം എന്ന് പറയുമ്പോൾ ധാരാളം ആൾക്കാർ കൊല്ലപ്പെടും. 1-ാം ലോക മഹായുദ്ധത്തിൽ ഏതാണ്ട് 16 മില്യൺ ജനങ്ങൾ കൊല്ലപ്പെട്ടു. പക്ഷേ എന്നിട്ട് സ്വരാജ് എന്ന് പറയുന്നുണ്ട് യുദ്ധം അനിവാര്യവും ന്യായീകരിക്കത്തക്കതും നീതിപൂർവകവുമാണെങ്കിൽ ആകാമെന്ന്. എന്താ കാര്യമെന്നറിയാമോ? 1-ാം ലോക മഹായുദ്ധത്തിൽ റഷ്യ ജർമ്മനിയുടെ അധികാരിയെ ഹിറ്റ്ലറുമായിട്ട് യുദ്ധം ചെയ്തു. അപ്പോൾ അവിടെ റഷ്യ യുദ്ധം ചെയ്തതിനെ ന്യായീകരിക്കുകയും വേണം. അതിനുവേണ്ടിയാണ് ഈ ഒരു അടവ് പ്രയോഗിച്ചത്. അപ്പോൾ അനിവാര്യവും നീതിപൂർവകവുമായ സന്ദർഭങ്ങളിൽ യുദ്ധമാകാം എന്നുള്ളതാണ് സ്വരാജിൻ്റെ കണ്ടുപിടുത്തം. ഒരുപക്ഷെ അത് കമ്മ്യൂണിസത്തിൻ്റെ ഒരു വീക്ഷണം അതായിരിക്കാം. പക്ഷേ അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ സ്വരാജിൻ്റെ ഈ നിലപാടിനെ പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുന്ന ഈ അടുപ്പുകല്ലുകളോടും സ്വരാജിനോടും ചോദിക്കാനുള്ളത്, ഇവിടെ തീവ്രവാദ കേന്ദ്രങ്ങൾ
കണ്ടുപിടിച്ച് അവരെ മാത്രം ഉപദ്രവിച്ച, അവിടേക്ക് മാത്രം യുദ്ധം ചുരുക്കിക്കൊണ്ട് തിരിച്ചടിച്ച ആ നിലപാട് നീതിപൂർവകമല്ലേ? അതനിവാര്യമല്ലേ? ഇത് തിരിച്ചടിച്ചില്ല എങ്കിൽ, ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ച് അവരെ വക വരുത്തിയില്ല എങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ സുരക്ഷിതത്വം എന്താകും? ഇന്ത്യയിലെ ജനങ്ങളുടെ വിശ്വാസം എന്താകും? അവർക്കെങ്ങനെ വീട് വിട്ട് പുറത്തിറങ്ങാൻ സാധിക്കും? ഈ തീവ്രവാദികൾ ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമമെങ്കിൽ ഈ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താവും? സ്വരാജേ, ഈ അടുപ്പുകല്ലുകൾ നിങ്ങളോട് ചോദിക്കാനുള്ളതാണ്. അപ്പോൾ അവർ പറയുന്നത് യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ, യുദ്ധം കഴിയുമ്പോൾ പിന്നെ അവശേഷിക്കുന്നത് തകർന്നടിഞ്ഞ കുറേ കെട്ടിടങ്ങളും മനുഷ്യൻ്റെ കണ്ണുനീരും ഒക്കെയാണ്. ശരിയാണ്, അത് ശരിയാണ്. പക്ഷേ ഈ അനിവാര്യമായ സന്ദർഭങ്ങളിൽ യുദ്ധം വേണമെന്നുള്ളത് ഒരു വസ്തുതയല്ലേ? ഇപ്പോൾ സ്വരാജിനെ അവർ ഒന്നുകൂടെ എടുത്ത് പുകഴ്ത്താനൊരു കാരണമുണ്ട്. ഈ ഇസ്രയേലിലേക്ക് നടത്തിയ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയുടെ ആക്രമണത്തെ ന്യായീകരിച്ചയാളാണ് സ്വരാജ്. ഏതാണ്ട് 7.5 നൂറ്റാണ്ട് കാലമായി നിലനിൽപ്പിന് വേണ്ടി പൊരുതുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളാണ് അവരെന്നുള്ളതാണ് ഈ സ്വരാജിൻ്റെയും വ്യാഖ്യാനം, ഈ മീഡിയ വണ്ണിൻ്റെ ഈ അടുപ്പുകല്ലുകളുടെയും വ്യാഖ്യാനം. നമുക്കറിയാം, ഇസ്രയേലുകാർ അവർ പണം കൊടുത്ത് വാങ്ങിയ മരുഭൂമി സ്വർഗഭൂമിയാക്കി എന്നുള്ളതാണ് വസ്തുത. ഇതൊക്കെ പണ്ടേ സെറ്റിൽ ചെയ്ത വിഷയങ്ങളാണ്. പക്ഷേ ജൂതനെ കൊല്ലണം എന്നുള്ള ഒരു വിശ്വാസം ഈ മീഡിയ വണ്ണിനും ജമായത്തെ ഇസ്ലാമിക്കും ഒക്കെ രൂഢമൂലമായിട്ടുണ്ട്. അതാണ് ജൂതൻ. നമ്മൾ ജ്യൂസ് പോലും കുടിക്കാൻ പാടില്ല എന്ന് ചില ഉസ്താദുമാർ പ്രസംഗിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. കാര്യം ജ്യൂസ് കുടിക്കാൻ പാടില്ല, കാര്യം അതിനകത്ത് ജൂതനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഒരു അടിസ്ഥാനരഹിതമായൊരു ജൂതവിരോധം കൊണ്ടാണ് ആ യുദ്ധം ഉണ്ടായതെന്നുള്ളത്, ഹമാസ് കയറി ആക്രമിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഇവിടെയും അതിനെ ന്യായീകരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇന്ത്യ അതിശക്തമായി തിരിച്ചടിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ മീഡിയ വണ്ണിലെ ഈ അടുപ്പുകല്ലുകളോടും ഈ സ്വരാജിനോടും പറയാനുള്ളത്, താങ്കളുടെ വിലപ്പെട്ട ഈ അഭിപ്രായം പാകിസ്ഥാന് നൽകൂ. ഇന്ത്യ അടിക്കത്തിൽ അങ്ങോട്ട് കയറി അടിച്ചില്ല. ഇങ്ങോട്ട് കയറി അടിച്ച് 15 ആൾക്കാർ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇന്ത്യ തിരിച്ച് അടിക്കുന്നതിലേക്ക് തിരിഞ്ഞിട്ടുള്ളത്. അത് യുദ്ധമായിട്ടല്ല, തൽക്കാലം ഇങ്ങോട്ട് ചെയ്തതിന് പകരം ചെയ്യുക മാത്രമാണ്. ഇനി ഈ ഇങ്ങോട്ട് കയറിയുള്ള അതികടന്ന ചെയ്ത്തുകൾ കൂടിപ്പോയാൽ അത് പിന്നെ യുദ്ധമാകും. അത് യുദ്ധമായാൽ ഈ അടുപ്പുകല്ലുകൾ പറയുന്നത് പോലെ അവശേഷിക്കുന്നത് പൊട്ടിത്തകർന്ന കെട്ടിടങ്ങളും അവിടെ വീണ കണ്ണുനീരും രക്തവും പൊടിയും ഒക്കെ ആയിരിക്കും. അത് ഇന്ത്യയിലല്ല സംഭവിക്കാൻ പോകുന്നത്, അത് പാകിസ്ഥാനിലാണ്. അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിക്കുക. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നൊരു വലിയ സംഘടനയാണ്. പാകിസ്ഥാൻ ഭരണകൂടത്തെ ഉപദേശിക്കുക, പട്ടാളത്തെ ഉപദേശിക്കുക, അങ്ങനെ പാകിസ്ഥാനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. അല്ലാതെ ഇന്ത്യയെ വരട്ടി യുദ്ധം വന്നാൽ ഇവിടെ തകർന്നു പോകും, ഇവിടെ കണ്ണുനീരും കെട്ടിടാവശിഷ്ടങ്ങളും മാത്രമേ അവശേഷിക്കുന്നു എന്നും പറഞ്ഞുള്ള പേടിപ്പിക്കലൊക്കെ അങ്ങ് കൈ വെച്ചേരെ സുഹൃത്തുക്കളെ. ഇത്ര മാത്രമാണ് പറയാനുള്ളത്.